അപ്പോൾ നമ്മൾ വേറൊരു കോൺസെപ്റ്റ് ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ആംഗിൾ ബൈസെക്ടർ തിയറം എന്നൊരു കോൺസെപ്റ്റാണ്. ജോമെട്രി ആയിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ചോദ്യങ്ങൾ ഈ ഒരു കോൺസെപ്റ്റ് യൂസ് ചെയ്തിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ ആംഗിൾ ബൈസെക്ടർ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, സിമ്പിളാണ്. നമുക്ക് ABC എന്നൊരു ട്രയാങ്കിൾ ഉണ്ട് എന്ന് നമുക്ക് വിചാരിക്കാം. ഓക്കെ, ഇതിൽ ഈ കോൺ ഉണ്ടല്ലോ, ഈ ഒരു കോൺ എന്നല്ല, ഏത് കോൺ, ഈ ഒരു കോൺ എക്സാമ്പിളായിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഈ ഒരു കോണിൻ്റെ ബൈസെക്ടർ, അതായത് ഈ കോണിൻ്റെ പകുതി, ഇപ്പോൾ ഈ കോൺ 90 ആണെങ്കിൽ 45 എന്നും 60 ആണെങ്കിൽ 30 എന്നും അങ്ങനെ കൊണ്ടുവരുന്ന ഒരു ലൈൻ, ആ കോണിനെ തുല്യമായിട്ട് വീതിക്കുന്ന ഒരു ലൈൻ എതിർ വശത്തേക്ക് വരച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു പോയിന്റ് ഉണ്ടാവുമല്ലോ, അത് നമുക്ക് D എന്ന് വിളിക്കാം. ഓക്കെ, ഇനി ഈ AB-യുടെ ലെങ്ത്ത് X എന്നും AC-യുടെ ലെങ്ത്ത് Y എന്നും ഈ BC-യുടെ മുഴുവൻ ലെങ്ത്ത് പോട്ടെ, BD-യുടെ ലെങ്ത്ത്, അതായത് വരച്ചപ്പോൾ ഇതുണ്ടായ ലെങ്ത്ത് Z എന്നും ഇത് W എന്നും നമുക്ക് എടുക്കാം. അപ്പോൾ ആംഗിൾ ബൈസെക്ടർ തിയറം പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഈ ബൈസെക്ടർ ഇവിടെ വന്ന് ഇങ്ങനെ ഇതിനെ ഡിവൈഡ് ചെയ്തല്ലോ, ഈ ലൈനിനെ Z എന്നും W എന്നും, ഈ രണ്ട് സൈഡുകളുടെ അതേ റേഷ്യോയിലായിരിക്കും ഈ രണ്ട് സൈഡും ഉണ്ടാവുക. അതായത് ഈ ഡിവൈഡ് ചെയ്തത്, അതായത് X/Y, ഈ സൈഡും ഈ സൈഡും ഉള്ള റേഷ്യോ തന്നെയായിരിക്കും ഈ സൈഡും അതേ ഓർഡറിലാണ് Z/W. അപ്പോൾ ഇതൊന്ന് കുറിച്ച് വെച്ചേക്കുക, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്.